നിങ്ങൾക്കറിയാമോ, ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന വ്യക്തിയാണ് താനോസ്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറില് അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അതായത് ഇൻഫിനിറ്റി വാറില് ഉടനീളം താനോസ് കുറെ പ്രോമിസുകൾ പല ക്യാരക്ടേഴ്സിനും നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് ലോക്കിയുടെ കയ്യിൽ നിന്നും സ്പേസ് സ്റ്റോൺ കിട്ടിയാൽ തോറിനെ വെറുതെ വിടാമെന്ന് ലോക്കിയോട് താനോസ് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് സോൾ സ്റ്റോണിന്റെ ലൊക്കേഷൻ ഗമോറ പറയുവാണെങ്കിൽ നെബുലയെ വെറുതെ വിടാമെന്ന് ഗമോറയോട് താനോസ് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ റിക്വസ്റ്റ് പ്രകാരം താനോസിന് ടൈം സ്റ്റോൺ നൽകിയാൽ ടോണി സ്റ്റാർക്കിനെ വിട്ടു നൽകണമെന്ന കണ്ടീഷനും താനോസ് പാലിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന്റെ അവസാനം ഈ മൂന്ന് ക്യാരക്ടേഴ്സ്, അതായത് തോറ്, ടോണി, നെബുല, ഈ മൂന്ന് ക്യാരക്ടേഴ്സും താനോസിന്റെ സ്നാപ്പിൽ നിന്നും സർവൈവ് ചെയ്യുന്നുണ്ട്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ നമ്മുടെ ടോണി സ്റ്റാർക്ക് തന്റെ സ്യൂട്ടില് ഓട്ടോ ടാർഗറ്റിംഗ് മിസൈല് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറില് ടോണി സ്റ്റാർക്കിന്റെ അയൺമാൻ സ്യൂട്ടിലെ എയിമിംഗ് സിസ്റ്റം ഡാമേജ് ആവുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. മാനുവൽ ആയിട്ട് ഷൂട്ട് ചെയ്താൽ എല്ലായ്പ്പോഴും കറക്റ്റ് ഉന്നത്തിൽ കൊള്ളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ടോണി സ്റ്റാർക്ക് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ തന്റെ സ്യൂട്ടില് ഓട്ടോ ടാർഗറ്റിംഗ് മിസൈല് ആഡ് ചെയ്യുന്നത്. താനോസിന് ഹാഫ് ഓഫ് ദ പോപ്പുലേഷനെ സ്നാപ്പ് ചെയ്ത് ഇല്ലാതാക്കാൻ സോൾ സ്റ്റോൺ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ എന്തിനാണ് താനോസ് അതിനുവേണ്ടി എല്ലാ ഇൻഫിനിറ്റി സ്റ്റോൺസും ഉപയോഗിക്കുന്നത്? പറയാം. സോൾ സ്റ്റോൺ ഉപയോഗിക്കുന്ന താനോസിന് എല്ലാ സോളുകളെയും സോൾ വേൾഡിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. താനോസ് സോൾ സ്റ്റോൺ മാത്രമാണ് സ്നാപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഭൂമിയിൽ മൊത്തം ഡെഡ് ബോഡികൾ കൊണ്ട് നിറയും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് താനോസ് റിയാലിറ്റി സ്റ്റോൺ ഉപയോഗിച്ച് ഹാഫ് ഓഫ് ദ പോപ്പുലേഷനെ ഡസ്റ്റ് ആക്കുന്നതും സ്പേസ് സ്റ്റോൺ ഉപയോഗിച്ച് സോൾ സ്റ്റോണിന്റെ എഫക്റ്റിനെ ലോകം മൊത്തം ട്രാവൽ ചെയ്യിപ്പിക്കുന്നതും. ആരെ കൊല്ലണം, ആരെ കൊല്ലണ്ട എന്നൊക്കെ തീരുമാനിക്കാനും മറ്റ് ഇൻഫിനിറ്റി സ്റ്റോൺസിനോട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെ നിർദ്ദേശിക്കാനും മൈൻഡ് സ്റ്റോൺ താനോസിനെ സഹായിക്കുന്നു. ബ്ലിപ്പിനെ പൂർത്തിയാക്കാനും മറ്റ് ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ പ്രവർത്തനങ്ങൾ നടത്താനും താനോസിനെ പവർ സ്റ്റോൺ സഹായിക്കുന്നു. എല്ലാ ഇൻഫിനിറ്റി സ്റ്റോൺസ് പ്രവർത്തിച്ചത് ഒരേ സമയമാണോ എന്നും ബ്ലിപ്പ് നടക്കുന്നത് എക്സാക്ട് ടൈമിലാണോ എന്ന് ഉറപ്പ് വരുത്തുന്നതും ടൈം സ്റ്റോൺ ആണ്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറില് ടോണി സ്റ്റാർക്ക് തന്റെ മാർക്ക് 50 സ്യൂട്ട് നാനോടെക്കിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. ടോണി സ്റ്റാർക്ക് തന്റെ നാനോടെക്കിന്റെ മാർക്ക് 50 സ്യൂട്ട് സ്യൂട്ടപ്പ് ചെയ്യുന്ന സമയത്ത് തന്റെ മുഖത്ത് നിന്ന് ഈഡിത്ത് ഗ്ലാസ് എടുത്തു മാറ്റുന്നുണ്ട്. ഇവിടെ ഈ സീനിൽ ടോണി സ്റ്റാർക്ക് എടുത്തു മാറ്റിയ ഈഡിത്ത് ഗ്ലാസിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഗ്ലാസ് ടോണി സ്റ്റാർക്കിന്റെ കയ്യിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒന്നുറപ്പാണ്, ഇത് സൂചിപ്പിക്കുന്നത് ഈഡിത്ത് ഗ്ലാസും ടോണി സ്റ്റാർക്ക് നാനോടെക്കിന്റെ സഹായത്തോടെ നിർമ്മിച്ചതാണെന്ന്. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കുവാൻ മാർവലിന് സാധിക്കുന്നുണ്ട്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറില് ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാൻ ബ്ലാക്ക് ഓർഡറിന്റെ ക്യൂഷിപ്പിൽ കയറുന്നുണ്ട്. ആ ക്യൂഷിപ്പ് എർത്തിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് പെപ്പർ പോട്ട്സ് ടോണി സ്റ്റാർക്കിനെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഈ സീനിൽ ശ്രദ്ധിച്ചു കേട്ടാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നതായിട്ട് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഇതേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ മറ്റൊരു മാർവൽ മൂവിയിൽ കേട്ടിട്ടുണ്ട്. അതായത് ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചറില് റെഡ് സ്കള്ളിന്റെ പ്ലെയിന് ആർട്ടിക്കിലേക്ക് ഇടിച്ചിറക്കുന്നതിന് മുൻപ് പെഗ്ഗി കാർട്ടർ സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്കയെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഈ സീനിൽ ശ്രദ്ധിച്ചു കേട്ടാല് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ നമ്മൾ കേട്ട അതേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നത് കേൾക്കുവാൻ സാധിക്കും. I'll get Howard on the line. He'll know what to do. There's not enough time. This thing's moving too fast and it's heading for New York.